ഷെയർ ചെയ്യുന്നത് പപ്പായ വെച്ചിട്ടൊരു വെറൈറ്റി മിൽക്ക് ഷേക്കാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊരു ബ്ലെൻഡറിലോട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള പപ്പായ ഇട്ട് കൊടുക്കാം. നല്ല പഴുത്ത പപ്പായ ഒരു 2.5 കപ്പോളം ചോപ്പ് ചെയ്തത് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് റോസ്റ്റ് ചെയ്തിട്ടുള്ള കാഷ്യൂ ഒരു 2-3 ടേബിൾ സ്പൂണ് റോസ്റ്റ് ചെയ്തിട്ടുള്ള കാഷ്യൂ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതി, നെയ്യൊന്നും ചേർക്കണമെന്നില്ല. ജസ്റ്റ് പാനിലിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. പിന്നെ വേണ്ടത് നല്ല ഫ്രീസായിട്ടുള്ള പാല്, നല്ല ഫ്രീസറിൽ വെച്ചിട്ട് നല്ല കട്ടിയായിട്ടുള്ള പാല് ഒന്ന് ഇതുപോലെ ഉടച്ചിട്ട് ചേർത്ത് കൊടുക്കാം. 1 പാക്കറ്റോളം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പാകത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഇച്ചിരി മിൽക്ക് മെയ്ഡ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നല്ല പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് കേട്ടോ, കുറച്ച് തിക്കായിട്ട് തന്നെയാണ് ഈ ഒരു മിൽക്ക് ഷേക്ക്. അപ്പോൾ പപ്പായ അതുപോലെ റോസ്റ്റ് ചെയ്തിട്ടുള്ള കാഷ്യൂ രണ്ടും കൂടെ ചേരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. പപ്പായ മിൽക്ക് ഷേക്ക് എന്ന് പറയത്തേ ഇല്ല. പിന്നെ നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ആദ്യം ഗ്ലാസ്സിലോട്ട് കുറച്ച് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ചോപ്പ് ചെയ്ത് വെച്ച പപ്പായ അതുപോലെ കുറച്ച് പോമഗ്രാനറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂ ക്രഷ് ചെയ്തത് കുറച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ മിൽക്ക് ഷേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ടും കുറച്ച് ഫ്രൂട്ട്സൊക്കെ ചേർത്തിട്ട് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ഡ്രൈ ഫ്രൂട്ട്സ് പിന്നെ അതുപോലെ ചോപ്പ് ചെയ്ത് വെച്ച പപ്പായ എല്ലാം കൂടെ ജസ്റ്റ് ഇട്ട് കൊടുക്കാം. പോമഗ്രാനറ്റ് എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു പപ്പായ കാഷ്യൂ ചേർത്തിട്ടുള്ള മിൽക്ക് ഷേക്ക്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം.